മത്സര മനോഭാവത്തിനും അശ്രാന്ത പരിശ്രമത്തിനും പേരുകേട്ട രഞ്ജിത സുമിത്രയുമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് കഥ ചുരുളഴിഞ്ഞത്. യുവമനസ്സുകളെ രൂപപ്പെടുത്തുന്നതിൽ അഭിനിവേശമുള്ള ഒരു അർപ്പണബോധമുള്ള അധ്യാപിക സുമിത്രയെ നിയമിക്കാൻ ടൗണിലെ ഒരു സ്കൂളിന്റെ വിവേചനാധികാരിയായ പരമശിവം തീരുമാനിച്ചു. പുതിയ കൂട്ടിച്ചേർക്കലിൽ ഭീഷണി തോന്നിയ രഞ്ജിത വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ളിലെ തന്റെ സ്ഥാനത്തോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായാണ് ഇതിനെ കണ്ടത്. രഞ്ജിതയുടെ മത്സര സ്വഭാവം സുമിത്രയെ വെല്ലുവിളിക്കാനുള്ള അവളുടെ നിശ്ചയദാർഢ്യത്തിന് ആക്കം കൂട്ടി, പ്രൊഫഷണൽ വൈരാഗ്യമുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു. ഒരു കാലത്ത് പങ്കിട്ട ലക്ഷ്യങ്ങളുടെയും കൂട്ടായ പരിശ്രമങ്ങളുടെയും സങ്കേതമായിരുന്ന സ്കൂൾ ഒരിക്കൽ നിലനിന്നിരുന്ന ഐക്യത്തെ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു പറയാത്ത സംഘർഷത്തിന്റെ യുദ്ധക്കളമായി മാറി. അതേസമയം പട്ടണത്തിന്റെ മറ്റൊരു ഭാഗത്ത് പരിപോഷണ മനോഭാവമുള്ള ഒരു കരുതലുള്ള ആത്മാവായ ചിത്ര അപ്പു ഇളക്കിവിട്ട വൈകാരിക പ്രക്ഷുബ്ധതയിൽ അകപ്പെട്ടു. സാധാരണഗതിയിൽ ചിത്രയുടെ ജീവിതത്തിൽ സൗമ്യമായ സാന്നിധ്യമായിരുന്ന അപ്പു വ്യക്തമായ കാരണമില്ലാതെ അവളോട് ആഞ്ഞടിച്ചു. വൈകാരികമായ പൊട്ടിത്തെറി ചിത്രയെ അമ്പരപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. സുമിത്രയോടുള്ള രഞ്ജിതയുടെ വെല്ലുവിളികൾ അനാവരണം ചെയ്തതോടെ ആഖ്യാനത്തിന് തീവ്രമായ വഴിത്തിരിവുണ്ടായി. രണ്ട് അധ്യാപകരും പ്രൊഫഷണൽ അഭിലാഷവും വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള കൂട്ടായ ലക്ഷ്യവും തമ്മിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയിൽ നാവിഗേറ്റ് ചെയ്തപ്പോൾ വായു പിരിമുറുക്കത്തോടെ പൊട്ടിത്തെറിച്ചു. മത്സരത്തിന്റെ അടിയൊഴുക്കുകൾ മനസ്സിലാക്കിയ പരമശിവം തന്റെ സ്കൂളിനുള്ളിൽ വളർന്നുവരുന്ന ഭിന്നതയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നതിൽ ഒരു പ്രധാന വ്യക്തിയായി. ഇതിനിടയിൽ അപ്പുവിന്റെ സ്വഭാവമില്ലാത്ത പെരുമാറ്റത്തിന് പിന്നിലെ കാരണം മനസ്സിലാക്കാൻ ചിത്രയുടെ വൈകാരിക അസ്വസ്ഥത രൂക്ഷമായി. ഒരിക്കൽ അവരുടെ ബന്ധത്തിന്റെ സുസ്ഥിരമായ അടിത്തറ പറയാത്ത വികാരങ്ങളുടെ ഭാരത്താൽ തകരുന്നതായി തോന്നി ചിത്രയെ ഒറ്റപ്പെടലിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും ബോധത്തിൽ പിരിഞ്ഞു. കഥ അതിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ കഥാപാത്രങ്ങൾ സ്വയം പ്രതിഫലനത്തിന്റെയും പ്രമേയത്തിന്റെയും സുപ്രധാന നിമിഷങ്ങളെ അഭിമുഖീകരിച്ചു. തന്റെ മത്സരാധിഷ്ഠിത ഡ്രൈവിന്റെ അനന്തരഫലങ്ങളെ അഭിമുഖീകരിച്ച രഞ്ജിത തന്റെ അഭിലാഷങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സഹകരണ മനോഭാവം ത്യജിക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടിയിരുന്നു. അതേസമയം ചിത്ര അപ്പുവുമായുള്ള വൈകാരിക വിടവ് നികത്താനുള്ള ഒരു യാത്ര ആരംഭിച്ചു. അവന്റെ പറയാത്ത പോരാട്ടങ്ങളുടെ പാളികൾ അഴിച്ചു.